കോതമംഗലത്തിന് സമീപം മൂന്നുകല്ലിൽ ആളൊഴിഞ്ഞ വീട്ടിലെ മാലിന്യക്കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചതായി പോലീസ്. പെരുമ്പാവൂർ സ്വദേശിനിയായ ശാന്ത തന്നെയാണ് മരിച്ചതെന്ന സ്ഥിരീകരണം. തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് ചേരുന്നത് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അതായത് ശാന്തയെ തിരിച്ചറിയാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് മക്കളാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എത്തിയിരുന്നത്. മകനും മകളും ഉണ്ടായിരുന്നു. അഴുകിയ നിലയിലുള്ള മൃതദേഹവും അതോടൊപ്പം തന്നെ ചെളിയും പുരണ്ട രീതിയിലായിരുന്നു. പ്രായം എല്ലാം ഓക്കെ ആയിരുന്നുവെങ്കിൽ പോലും മുഖം വികൃതമായതിനാൽ അത് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കിടയിലാണ് ഇക്കാര്യങ്ങൾ ബോധ്യമാകുന്നത്. അതായത് തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്ന ശാന്തയുടെ ശരീരത്തിലുണ്ടായിരുന്ന പാടുകളാണ്, ശസ്ത്രക്രിയയുടെ പാടുകളാണ്. ശാന്ത തന്നെയാണ്, കുറുപ്പമ്പടി വേങ്ങൂർ സ്വദേശിയായിട്ടുള്ള ശാന്ത തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള മാർക്കായി മാറിയത്. മാത്രമല്ല, ശാന്ത സാധാരണഗതിയിൽ 12 പവനോളം സ്വർണം ധരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യാറുള്ളത് എന്ന് മക്കൾ ഇന്നലെ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ സ്വർണം കവരുന്നതിന് വേണ്ടിയിട്ടാകാം കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ ക്ഷതം അല്ലെങ്കിൽ അടിയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. മറ്റെവിടെയോ വെച്ച് കൊന്ന ശേഷം ഇവിടെ കൊണ്ടുപോയി ഇടുകയായിരുന്നു എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം സംഭവിച്ചിട്ടുണ്ട്. പ്രതിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുത്തതും ഇവിടെയുള്ള ഒരു കുഴിയിലേക്ക് തന്നെ കൃത്യമായി ആ മൃതദേഹം ഇറക്കി വെച്ചതും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാൾ പോലീസ് നിരീക്ഷണത്തിൽ തന്നെയുണ്ട് എന്നൊരു കാര്യം കൂടി പോലീസ് സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല, ശാന്തയുമായി ബന്ധപ്പെട്ട് ഇയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളൊരു നിഗമനമാണ്. കാരണം ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശാന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള നിർണായകമായ ചില തെളിവുകൾ കൂടി പോലീസിന് പക്കലുണ്ട് എന്ന് പോലീസ് പറയുന്നു. അത് എന്തെല്ലാമാണ് എന്ന നിലവിൽ പറയാൻ തയ്യാറായിട്ടില്ല. എന്നിരുന്നാൽ പോലും 18-ാം തീയതി ശാന്ത വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. രാജാക്കാടാണ് ഇവരുടെ യഥാർത്ഥ വീടിരിക്കുന്നത്. രാജാക്കാട്ടിലുള്ള വീട്ടിലേക്ക് സാധാരണഗതിയിൽ മകനോട് പറയാതെ പോകാറുണ്ട് ശാന്ത. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് പതിവ്. വിളിച്ചാൽ ഫോണിൽ എടുക്കാറുമില്ല. ഈ 2 ദിവസം കഴിഞ്ഞിട്ടും അമ്മ തിരിച്ചു വരാതിരുന്നതോടുകൂടിയാണ് മകൻ കുറുപ്പമ്പടി പോലീസിൽ പരാതി നൽകുന്നത്. അമ്മയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് അതേ ദിവസം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല സംഭവവികാസങ്ങളും ഉണ്ടാകുന്നത്. 2 ദിവസത്തിന് ശേഷം 22-ാം തീയതി അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ശാന്തയുടെ ഫോൺ കോളിൻ്റെ ഡീറ്റെയിലുമായി പരിശോധിക്കുമ്പോൾ ഈ ഭാഗത്ത് ശാന്തയുടെ ഫോണിൻ്റെ സിഗ്നൽ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ തിരിച്ചറിയുന്നതിന് വേണ്ടി, മൃതദേഹം തിരിച്ചറിയുന്നതിന് വേണ്ടി അവിടേക്ക് വിളിച്ചു വരുത്തുന്നതും പരിശോധന നടത്തുന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായത്. മൃതദേഹത്തിന് അപ്പോൾ തന്നെ 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. വ്യക്തമാണ്. കോതമംഗലത്തിന് സമീപം മൂന്നുകല്ലിൽ ആളൊഴിഞ്ഞ വീട്ടിലെ മാലിന്യക്കുഴിയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട മരണകാരണം എന്താണെന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുമുണ്ട്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.